ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ബെർമുഡ മാപ്പ് പോലെ ഇന്ത്യൻ മാപ്പ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് OP44 കഴിയാൻ പോകുമെന്നുള്ള കാര്യം. ഇനി OP45 എപ്പോഴാണ് വരാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 24-നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സും പിന്നെ കുറച്ച് ചേഞ്ചസ് ഗെയിമിന് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക. സോ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. ഇതൊരു നോർമൽ അപ്ഡേറ്റ് ആണ്. ഒരു റിംഗ് ഈവൻറ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സൈബർ ബൗണ്ടി എന്നാണ് ഈ ഒരു ഈവൻറ്റിൻ്റെ പേര്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓഗ് ഗണ്ണിൻ്റെ അതുപോലെ തന്നെ വെക്ടർ ഗണ്ണിൻ്റെയും സ്കിന്നുകളാണ്. രണ്ടും നല്ല സ്കിന്നാണ്, അതുപോലെ തന്നെ നല്ല ഗണ്ണും കൂടിയാണ്. ഇത് ഓൾറെഡി നേരത്തെ ഗെയിമിലുണ്ടായിരുന്നതാണ്, പക്ഷേ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഗരീന. നാളെയാണ് ഈ ഈവൻറ്റിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ തമിഴിൽ കണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ബെർമുഡ മാപ്പിൽ നിന്ന് നമുക്ക് പുതിയ മാപ്പ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയർ ഇന്ത്യ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യ ബേസ്ഡ് മാപ്പായിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നാൽ അടിപൊളിയായിരിക്കും. ഇതൊരു കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ല. ഗെയിമിലോട്ട് ഈ മാപ്പ് വരുന്നുണ്ടെന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് കുറേ ലീക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിലോട്ട് വരുന്ന രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളും വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. സോ അതിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഈ മാപ്പ് ഗെയിമിലോട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ മാപ്പ് വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ OB45 ന്യൂ പ്രിവിലേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. OB45 നിറയെ പ്രിവിലേജ് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു എനിമിയെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കില്ലെടുക്കുമ്പോൾ നമുക്ക് മേലെ അൺഹാർട്ട്, ട്രിപ്പിൾ കില്ല് എന്നൊക്കെ കാണിക്കും. അതിൽ ചേഞ്ചസ് ആണ് ആദ്യത്തെ പ്രിവിലേജിലൂടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രിവിലേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ എലിമിനേഷൻ പോസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ ഗൺ സ്കിൻ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നാലെ നമുക്കൊരു വിങ്സ് എഫക്റ്റ് പോലെ ഒരു എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രിവിലേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗണ്ണ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു എഫക്റ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവോ ഗണ്ണ് യൂസ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ അത് സ്വിച്ച് ചെയ്യുമ്പോൾ സൈഡിൽ സ്പിൻ ചെയ്യുന്ന പോലെയാണ്. നോർമൽ ഗൺ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ സ്പിൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രിവിലേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അൺനെയിംഡ് പോസ്റ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു എനിമിയുടെ ബാക്ക് പാക്കിൽ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫയറിങ്ങിൻ്റെ എഫക്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ലൊരു എഫക്റ്റ് തന്നെയാണത്. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് ടെസ്റ്റ് ഗേൾ എന്നാണ്. OP45 അപ്ഡേറ്റിലാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ടീംമേറ്റ്സിനും ഒരു കണക്ഷൻ പോലെ ഒരു ലൈന് വരുന്നതാണ്. അതിലൂടെ നമുക്ക് 3 HP/s വെച്ച് 2 പേർക്കും കിട്ടുന്നതായിരിക്കും. നമ്മുടെ എബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 80 HP ഇൻസ്റ്റൻ്റായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊരു നൈസായിട്ടുള്ള എബിലിറ്റിയാണ്. 2 പേർക്കും കണ്ടിന്യൂസ് ആയി അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് HP കിട്ടുന്നതാണ്. എല്ലാവർക്കും സംശയം കാണും സ്ക്വാഡായി കളിക്കുമ്പോൾ ഇത് യൂസ് ആകുമെന്ന്. തീർച്ചയായും പറ്റും ഫ്രണ്ട്സ്. 50 മീറ്റർ റേഞ്ചിൽ മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ എന്ന് മാത്രമുള്ള ഒരു ചെറിയൊരു പ്രശ്നം. നമ്മൾ 50 മീറ്റർ കഴിഞ്ഞ് പോയ കണക്ഷൻ കട്ടാവുന്നതായിരിക്കും. തിരിച്ച് നമ്മൾ 50 മീറ്ററിന് എത്തുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് റീകണക്റ്റായി കണക്ഷൻ കിട്ടുന്നതായിരിക്കും. അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ക്ലാഷ് കോഡിലോ അതോ റൂം മാച്ചിലോ നമുക്ക് കളിക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എബിലിറ്റിയും കൂടിയാണ്. അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ഗേൾ പോലെ തന്നെ ടെസ്റ്റ് ബോയ് എന്നൊരു ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. പക്ഷേ വരുവാണെങ്കിൽ OP45 വരാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എബിലിറ്റി എന്താണ് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ടെസ്റ്റ് ബോയ് എന്നൊരു ക്യാരക്ടർ. ഇതിൻ്റെ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്കാൻ ഫോർ ദ 4 നിയറസ്റ്റ് ഡൗൺഡ് പ്ലേയേഴ്സ് വിത്തിൻ 80 മീറ്റർ. എയിം അറ്റ് ദ ടാർഗറ്റ് പ്ലെയർ ആൻഡ് യൂസ് ദ സ്കിൽ അഗെയിൻ ടു ടെലിപ്പോർട്ട് ടു ദിയർ ലൊക്കേഷൻ ഇൻ 2 seconds. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എബിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിന്. എന്താണ് എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാരക്ടർ ഉപയോഗിച്ച് കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു എനിമിയെ നോക്ക് ചെയ്യുകയാണെങ്കിൽ
എനിമി നോക്കാവുന്ന സമയത്ത് എനിമിയുടെ ടീമേറ്റ് റിവൈവ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഒരു എനിമിയും കൂടെ ഫയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ രണ്ടുപേര് നോക്കാവും. ആ സമയത്ത് നമുക്കിവിടെ ഗ്രീനിലും റെഡിലും സിമ്പിൾസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രീനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എനിമിനെ സ്പോട്ട് ചെയ്യും. അതുപോലെ തന്നെ റെഡിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ലോങ് നോക്കായി കിടക്കുന്ന എനിമിയിലോട്ട് പോയി ടെലിപ്പോർട്ടായി നമ്മൾ ആ കില്ല് ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. വളരെ നല്ലൊരു എബിലിറ്റിയാണിത്, നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. റാങ്ക് പുഷ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് യൂസ് ചെയ്താൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടാണ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ നമുക്ക് അടുത്തൊരു കിടുക്കാഴ്ച അപ്ഡേഷനുമായിട്ട് കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.